ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. കണ്ണന് അവളുടെ ഏട്ടനെ കാണണമെന്ന് കുറച്ചു നാളായി ആഗ്രഹമാണ്. ഇനിയും ഏട്ടനെ കാണിക്കാതിരിക്കാൻ കഴിയില്ല. കാശി, അവളിത് സഹിക്കില്ല. എൻ്റെ കുട്ടി ഈ കാഴ്ച കാണുമ്പോൾ തകർന്നു പോകും. കാശി, കുട്ടേട്ടൻ പറയുന്നത് ശരിയാണ്. ഈ അവസ്ഥയിൽ കൺമണി എന്തായാലും അവളുടെ ഏട്ടനെ കാണണ്ട. മാത്രമല്ല ഇപ്പോൾ സങ്കടപ്പെടുത്താനും പാടില്ല. എന്താ എന്താ എൻ്റെ കണ്ണന്? അവൾക്ക് വിശേഷമുണ്ട് കുട്ടേട്ടാ. ഇരട്ട കുട്ടിയാണ്. കുറച്ചധികമായി കുട്ടനെ കാണണമെന്ന് ആഗ്രഹം പറയുന്നു. കുട്ടൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഇരട്ട കുഞ്ഞുങ്ങളാണോ? ജയശ്രീയും അമ്മയും മുറിക്കുള്ളിലേക്ക് കയറി വന്നു. ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് പരിചയമുള്ള നല്ലൊരു ഡോക്ടറുണ്ട്. എല്ലാ കേസും നോക്കില്ല, ചിലതെല്ലാം ഏറ്റെടുക്കും. പക്ഷേ അതിനൊക്കെ നല്ല രീതിയിൽ ഭേദമായി തന്നെയാണ് പോകുന്നത്. നമുക്ക് കുട്ടനെ അവിടെ കാണിച്ചാലോ? കാശി എല്ലാവരോടുമായി ചോദിച്ചു. പക്ഷേ കൂടെ ആരെയും നിർത്തില്ല. ഞാൻ കുട്ടേട്ടൻ്റെ കൂടെ ജയശ്രീ നിന്ന് വെക്കി ആംഗ്യങ്ങളിലൂടെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആരെയും നിർത്തില്ല, അതാണ് അവിടുത്തെ രീതി. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ബാക്കി ഏർപ്പാടുകൾ ചെയ്യാം. കാശി എഴുന്നേറ്റു. എൻ്റെ കണ്ണൻ ഈ ഭൂമിയിൽ ആകെയുള്ള രക്തബന്ധമാണ് കുട്ടൻ. അതുകൂടി നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജയശ്രീ കാശിയുടെ മുന്നിൽ തൊഴുകൈയുമായി നിന്നു. ചെയ്തതിനും പറഞ്ഞതിനുമൊക്കെ മാപ്പ് ചോദിക്കുന്നത് പോലെ. കാശി നേർമയായി ചിരിച്ചു. ആവശ്യത്തിനുള്ള 1-2 ജോഡി ഡ്രസ്സ് മാത്രമേ വേണ്ടൂ. തയ്യാറായി ഇരിക്കണം, ഞങ്ങൾ ഉടനെ വരും. അപ്പോൾ തന്നെ 3 പേരും വൈദ്യൻ്റെ അടുത്തേക്ക് തിരിച്ചു. വളരെ പഴക്കം ചെന്നൊരു തറവാട്ട് വീട്. കുടുംബിൻ്റെയും പച്ചിലമരുന്നിൻ്റെയും സമ്മിശ്ര ഗന്ധം വായുവിൽ അലിഞ്ഞിരിക്കുന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് ഏകദേശം തങ്ങളുടെ പ്രായമുള്ളൊരു യുവാവ് പുറത്തേക്ക് വന്നു. കാശി അയാളെ ആവശ്യം അറിയിച്ചു. അച്ഛനിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ആ യുവാവ് വന്ന പാടെ തന്നെ പറഞ്ഞു. അങ്ങനെ പറയരുത്. അത്രയ്ക്ക് സങ്കടം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ. അകത്തേക്ക് പോയ യുവാവ് അല്പനേരം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. കൂടെ പ്രായം ചെന്നൊരു മനുഷ്യനും. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അതാണ് വൈദ്യരെന്ന്. മകൻ്റെ കയ്യും പിടിച്ച് അയാൾ കസേരയിൽ അമർന്നിരുന്നു. ഇവിടെ ചികിത്സയില്ല. പിന്നെ നിങ്ങൾ ഇത്രയും നിർബന്ധിക്കുമ്പോൾ ഒഴിവ് പറയാനും കഴിയുന്നില്ല. മേൽനോട്ടം ഞാൻ നോക്കാം, ബാക്കിയൊക്കെ ഇവൻ ചെയ്തോളും. എൻ്റെ മകനാണ്, ആയുർവേദ ഡോക്ടർ. സമ്മതമാണെങ്കിൽ രോഗിയെ ഇങ്ങെത്തിക്കാം. ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് രോഗിയെ വന്ന് കാണാം. ആഹാരവും മറ്റുമൊക്കെ ഇവിടുന്ന് തന്നെയാണ്. ചികിത്സ കഴിഞ്ഞു പോകുമ്പോൾ തറവാട്ട് ക്ഷേത്രത്തിൽ ആഗതത്തിൻ്റെ പേരിലൊരു പൂജ. അത് മതി ദക്ഷിണയായി. ഇന്നിനി വേണ്ട, നാളെ രാവിലെ 8 മണിക്ക് ഇവിടെ കാണണം. ധൈര്യമായി പൊയ്ക്കോളൂ. വല്ലാത്തൊരു തേജസ് ഉണ്ടായിരുന്നു ആളുടെ മുഖത്ത്, വാക്കുകളിലും. അപ്പോൾ തന്നെ വിവരം ജയശ്രീയെ വിളിച്ചറിയിച്ചു. രാവിലെ അവിടെ എത്താമെന്ന് ഉറപ്പും കൊടുത്തു. തിരികെ കുന്നത്തെത്തുമ്പോൾ നേരം പാതിരാത്രിയായി. അതിൻ്റെ പിണക്കമാവോളം പെണ്ണിൻ്റെ മുഖത്തുണ്ടായിരുന്നു. കാശിയേട്ടൻ ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? കണ്ണൻ ചുണ്ടും കൂർപ്പിച്ച് ചോദിച്ചു. എൻ്റെ കണ്ണേ, രാജീവൻ്റെ ഒപ്പം അവൻ്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമായിരുന്നു. അതാണ് വൈകിയത്. വായിൽ തോന്നിയൊരു കള്ളം കാശി അപ്പോൾ തന്നെ തട്ടിവിട്ടു. ഞാൻ കാത്തിരുന്ന് മുഷിഞ്ഞു. കഴിക്കാതിരിക്കല്ലേ കുഞ്ഞേ, നമ്മുടെ കുഞ്ഞുങ്ങളെ നീ പട്ടിണിക്കിടല്ലേ? കൺമണി കാശിയുടെ മേലേക്ക് ചാഞ്ഞു. എന്താ കുഞ്ഞേ, വയ്യായിക വല്ലതുമുണ്ടോ? അവളുടെ വീർത്ത വയറിൽ കാശി പതിയെ തലോടി. ഇല്ല. കാശിയുടെ നെഞ്ചിൽ തല ചേർത്ത് ചാരിയിരുന്നു കൺമണി. എനിക്കങ്ങ് ഒരുപാട് സ്നേഹിക്കാൻ തോന്നുന്നു കാശിയേട്ടനെ. പെണ്ണിൻ്റെ പറച്ചിൽ കേട്ട് കാശി ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നേ, വേണ്ട, റിസ്ക്കാണ്. കാശി അവളെ ചരിച്ചു കിടത്തി. എന്നാൽ കൺമണി അവനെ വിട്ടില്ല. ചേർത്ത് പിടിച്ചു കൂടെ കിടത്തി. കണ്ണേ, എൻ്റെ പൊന്നേ, ഇപ്പോൾ റെസ്റ്റ് എടുക്കണ്ടേ? വിളിച്ചു തീർന്നില്ല. അതിനു മുൻപേ പെണ്ണിൻ്റെ ചുണ്ടിലെ നനവ് കാശിയുടെ ചുണ്ടിൽ പതിഞ്ഞു. അവൻ്റെ ചുണ്ടുകളും കൺമണി മാറി മാറി നുണഞ്ഞു സാവധാനത്തിൽ. കാശി അവളെ പതിയെ ചേർത്ത് പിടിച്ചു. നാവും ചുണ്ടും പരസ്പരം പൊരുതി മുന്നേറി. ഒടുവിൽ പെണ്ണ് തളർന്നവൻ്റെ ചുണ്ടിനെ മോഹിപ്പിച്ചു. കാശി അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചിരുന്നു. എൻ്റെ കണ്ണേ, എന്നെ ഇത്രയും സ്നേഹിച്ചപ്പോൾ തന്നെ നീ തളർന്നല്ലോ. കാശി കളിയാക്കി. കൺമണി കാശിയുടെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അപ്പോഴേക്കും അവളോട് കുട്ടനെക്കുറിച്ചുള്ള കാര്യം പറയാൻ കാശി മടിച്ചു. ചികിത്സയൊക്കെ ഒരുവിധം മുന്നേറിയതിനു ശേഷം പറയാമെന്ന് തന്നെ തീരുമാനിച്ചു. രാജീവനുമായി സംസാരിച്ചപ്പോൾ അതാണ് നല്ലതെന്ന് രാജീവനും പറഞ്ഞു. രാവിലെ രാജീവൻ വരുമ്പോൾ അവൻ്റെ ഒപ്പം കാശിയും പോയി. കാശിയും രാജീവൻ ചെന്നതിന് ശേഷമാണ് കുട്ടനെയും കൊണ്ടുള്ള ആംബുലൻസ് വൈദ്യർമഠത്തിലേക്ക് നീങ്ങിയത്.
ജയശ്രീയും ഭവാനിയമ്മയും വിതുമ്പൽ കടിച്ചമർത്തി. അവർക്കും കൂടി പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കുട്ടൻ തന്നെ അത് വേണ്ടെന്ന് പറഞ്ഞു. ആംബുലൻസിലേക്ക് എടുത്ത് കയറ്റുമ്പോൾ കാശിയെ ദയനീയമായി നോക്കി. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവിടെയുടെ കാര്യത്തിന് ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഒന്നും ആലോചിച്ച് സങ്കടപ്പെടാതിരുന്നാൽ മാത്രം മതി. സ്ട്രക്ചറിൽ കിടത്തിയാണ് അകത്തേക്ക് കൊണ്ടുപോയത്. തിരികെ ഇവിടെ നിന്നും നടന്നു വേണം പോകാൻ. വൈദ്യർ കുട്ടൻ്റെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും കാശി ചെക്കൊരെണ്ണം ഡോക്ടറുടെ കയ്യിൽ ഏൽപ്പിച്ചു. ചികിത്സയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പോലും കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒന്ന് കുട്ടൻ്റെ പേരിൽ അതിനുവേണ്ടി ഇത് ഉപയോഗിക്കണം. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ വൈദ്യർ തന്നെ അത് വാങ്ങാൻ സമ്മതിച്ചു. കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരാളെ കൂടെ ഉൾപ്പെടുത്തണം, എൻ്റെ കൺമണിയെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവരുമായി നല്ലൊരു സൗഹൃദമുണ്ടാക്കാൻ കാശിക്ക് കഴിഞ്ഞു. തൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. ഡോക്ടർ രാജീവിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ. അപ്പോൾ തന്നെ വിവരം ജയശ്രീയെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. പേടിക്കാനൊന്നുമില്ല, എന്തുണ്ടെങ്കിലും വിളിക്കണമെന്നും പറഞ്ഞിട്ടാണ് കുന്നത്തേക്ക് പോയത്. 3 മാസങ്ങൾ വളരെ വേഗം കടന്നുപോയി. കൺമണിക്കിപ്പോൾ അനങ്ങാൻ പറ്റില്ല, അത്രമാത്രം വയറാണ്. മാസം 6 കഴിഞ്ഞതേ ഉള്ളൂ. വണ്ണം വച്ച് തൊടുത്തിട്ടുണ്ട് പെണ്ണ്. വയ്യെങ്കിലും അടങ്ങിയിരിക്കില്ല. വലിയ വയറും താങ്ങി ഇങ്ങനെ നടക്കും. അമ്മാവൻ തൊടിയിലാണെങ്കിൽ കൂടെ പോകാൻ നിൽക്കും, പക്ഷെ സമ്മതിക്കില്ല. അത് കാരണം പിണങ്ങി ഉമ്മർത്ത് തന്നെ ഇരിക്കും. വൈദ്യർ മഠത്തിലെ ചികിത്സ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നു. ഏകദേശം 3 മാസം പിന്നിട്ടപ്പോൾ ശരീരം പ്രതികരിച്ചു തുടങ്ങി. കാൽവിരലുകൾ പതിയെ ചലിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊരു ശുഭലക്ഷണമാണെന്നാണ് വൈദ്യർ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഠത്തിലെ ഫോൺ വരുമ്പോൾ മാറി നിന്നുള്ള സംസാരം കാണുമ്പോൾ കൺമണി നെറ്റി ചുളിക്കും. അത് ബാംഗ്ലൂരിൽ നിന്ന് വിശ്വത്തിൻ്റെ കോളാണ് കണ്ണ. ഇതേതാ പുതിയ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്? മറ്റേ പ്രശ്നം സൂക്ഷിക്കണമെന്നാണ് വിശ്വം പറയുന്നത്. കൺമണിക്ക് അത് വിശ്വാസമായി. കയ്യിൽ കരുതിയ സാധനങ്ങൾ ബാഗിൽ നിറച്ച് രാജീവനെ കാത്തു നിന്നു. കൂടെ ജയശ്രീയുമുണ്ട്. ഇപ്പോൾ പഴയ സ്വഭാവമൊന്നുമല്ല. ജയശ്രീക്ക് എല്ലാവരോടും സ്നേഹവും കഴിഞ്ഞുപോയ കാലത്തെ ഓർമ്മകളും ദുഃഖങ്ങളുമുണ്ട്. കൺമണിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ ഉറക്കമൊഴിഞ്ഞുണ്ടാക്കിയതാണ്. ബാഗ് നിറയെ. രാവിലെ അത് രാധയുടെ അടുത്ത് കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്തു. രാജീവൻ വരുമ്പോൾ രാധയെ കയറ്റി വിടുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ജയശ്രീ. ദൂരെ നിന്നേ രാജീവൻ്റെ കാർ വരുന്നത് കണ്ടപ്പോൾ രാധയുടെ മുഖം പൂത്തിരി കത്തിച്ച പോലെ തുടങ്ങി. ദേ എത്തിയല്ലോ ആള്. അവളുടെ മുഖത്തെ തിളക്കം കണ്ട് ജയശ്രീ കളിയാക്കി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. രണ്ടുപേരെയും നോക്കി ചിരിച്ചുകൊണ്ട് രാജീവൻ കാറിൽ നിന്നിറങ്ങി. ഇതെന്താടി, നീ ഇനി ഇങ്ങോട്ട് വരുന്നില്ലേ? ബാഗ് നിറയെ ഉണ്ടല്ലോ. അതോ, ഇതിൽ പകുതിയും കൺമണിക്ക് കൊടുക്കാൻ ജയശ്രീ ചേച്ചി ഉണ്ടാക്കിയ പലഹാരങ്ങളാണ്. ഞാൻ ഇതുവരെയൊന്നും അവൾക്കായി ഒന്നും ചെയ്തിട്ടില്ല. അതിനുള്ള അവസരം ഉണ്ടായിട്ടും ഇപ്പോഴെങ്കിലും എനിക്ക് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നല്ലോ. വന്ന് കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അവളുടെ ചേട്ടനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും? കുറേ നാളുകളായി ഉള്ള ഇടപെടൽ കൊണ്ടാകണം ജയശ്രീയുടെ ആംഗ്യഭാഷ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കുട്ടേട്ടന് ഭേദമായി ഒരുമിച്ച് പോയി കാണും അവളെയും കുഞ്ഞുങ്ങളെയും. പറയുമ്പോൾ അതുവരെ അവളോട് ചെയ്ത തെറ്റിന് മനസ്സറിഞ്ഞ് മാപ്പും ചോദിക്കുന്നുണ്ട് ജയശ്രീ. കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ജയശ്രീ നോക്കി നിന്നു. തിരികെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മ അവളെയും കാത്തിരിപ്പുണ്ട്. പഴയ പ്രൗഢിയൊക്കെ ഭവാനിയമ്മയിൽ നിന്നും പോയി മറഞ്ഞിരുന്നു. അകത്തേക്ക് കയറി വരുന്ന മകളുടെ രൂപം കണ്ടപ്പോൾ അവർക്കും വേദന തോന്നി. കാർ ഗേറ്റ് കടന്നു വരുമ്പോൾ കൺമണിയും കാശിയും ഉമ്മർത്ത് തന്നെ ഇരിപ്പുണ്ട്. രാജീവൻ്റെ കാറിൽ നിന്നും ഇറങ്ങുന്ന രാധയെ കണ്ടപ്പോൾ തന്നെ ഇരിക്കുന്നിടത്തു നിന്ന് ധൃതി പിടിച്ചെഴുന്നേറ്റു കൺമണി. അവളുടെ വെപ്രാളം കണ്ടപ്പോൾ തന്നെ കാശി കയ്യിൽ പിടിച്ചു. കണ്ണേ, ശ്രദ്ധിച്ച്, നീ അവിടെ അടങ്ങിയിരിക്കേണ്ട പെണ്ണെ, ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത്. രാധ കയ്യിലുള്ള ബാഗും രാജീവനെ ഏൽപ്പിച്ച് ഓടി കൺമണിയുടെ അടുത്തേക്ക് വന്നു. വന്ന പാടെ തന്നെ കൺമണിയുടെ വയറിനെ ചുറ്റിപ്പിടിച്ച് മുഖമമർത്തി. ചിറ്റയുടെ കണ്ണൂസേ. പെണ്ണിൻ്റെ നിറവയറിൽ തെറി ഉമ്മ വെച്ചു. രാധയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ വയറിനുള്ളിൽ ഒരു തിരയിളക്കം. ഇപ്പോൾ കുറേയായി നല്ലവണ്ണം അനക്കം തോന്നുന്നുണ്ട്. രാജീവൻ്റെ കയ്യിലിരുന്ന ബാഗ് തട്ടിപ്പറിക്കും പോലെ വാങ്ങി അതിനുള്ളിൽ നിന്നും ജയശ്രീ കൊടുത്തയച്ച പലഹാരങ്ങളെല്ലാം എടുത്ത് തിണ്ണയിൽ വെച്ചു. ഇത് ഒരുപാടുണ്ടല്ലോടി, ഇതെല്ലാം നീ ഉണ്ടാക്കിയതാണോ? ഓ പിന്നെ, എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ കുറേ. ഇതൊക്കെ രാജീവേട്ടൻ്റെ അമ്മ ആരെയോ കൊണ്ട് ഉണ്ടാക്കിയതാണ് നിനക്ക് തരാൻ. ആണോ രാജീവേട്ടാ? കൺമണി രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആണ് കണ്ണ, അമ്മ തന്നുവിട്ടതാണ്. എന്നിട്ടെന്താ രാജീവേട്ടാ അമ്മ എന്നെ കാണാൻ വരാത്തത്?
അമ്മയ്ക്ക് പഴയതുപോലെ വയ്യ കണ്ണ, കാൽമുട്ടിന് നീരും വേദനയുമാണ്. അതെല്ലാം വെച്ചുകൊണ്ടാണ് ആഗ്രഹത്തോടെ നിനക്ക് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്. കൺമണി ഓരോ പൊതികളായി അഴിച്ച് എല്ലാത്തിൽ നിന്നും ഓരോ പലഹാരം വീതം എടുത്ത് അല്പം കഴിച്ചു. കൊതിയോടെ തൻ്റെ പെണ്ണ് കഴിക്കുന്നത് നോക്കി കാശിയിരുന്നു. രാജീവൻ്റെ അമ്മയല്ല ഉണ്ടാക്കിയതെന്ന് കാശിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. രാജീവൻ്റെ മുഖത്തു നിന്ന് കള്ളത്തരം വായിച്ചറിയാം. ജയശ്രീ ആയിരിക്കും ഉണ്ടാക്കി കൊടുത്തതെന്ന് കാശി ഊഹിച്ചു. ബാക്കി പലഹാരങ്ങളെല്ലാം എടുത്ത് പൊതിഞ്ഞ് രാധ കൺമണിയെയും കൂട്ടി അകത്തേക്ക് പോയി. ജയശ്രീ ചേച്ചിയാണ് പലഹാരം ഉണ്ടാക്കിയതെന്ന് കൺമണിയെ കാണാൻ ആഗ്രഹമുണ്ടെന്നുമൊക്കെ രാജീവൻ കാശിയോട് പറഞ്ഞു. കുട്ടൻ്റെ അസുഖമൊക്കെ മാറി രണ്ടുപേരും ഒരുമിച്ച് വന്ന് അവളെ കാണാനിരിക്കുകയാണെന്ന് കൂടി പറഞ്ഞു. രാധ കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം അച്ഛനും അമ്മയും രാഗിണി ചേച്ചിയുമായി പകുത്തു കൊടുത്തു കൺമണി. ഇരുവരും കൂടിയിരുന്ന് വിശേഷങ്ങൾ പറയുവാനായി റൂമിലേക്ക് പോയി. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ, ഇനിയുള്ള കുറച്ച് ദിവസം കൃത്യമായി സ്റ്റോറി ഉണ്ടായിരിക്കും. 1-ാം തീയതി മുതൽ സ്റ്റോറി ഉണ്ടാവുന്നത് പാടായിരിക്കും. ഞാൻ തിരുവനന്തപുരത്താണ്. ആറ്റുകാൽ അമ്പലത്തിന് വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉത്സവം തുടങ്ങിക്കഴിയുമ്പോൾ വല്ലാത്ത ഒച്ചപ്പാടും ബഹളവും അസോസിയേഷനിലും നഗറിലുമൊക്കെയായി മൈക്ക് സെറ്റും മറ്റുമൊക്കെയായി വലിയ പാടായിരിക്കും. അതുകൊണ്ട് സ്റ്റോറി കാണില്ല. മാർച്ച് 1, 2, 3 തീയതികളിൽ സ്റ്റോറി ഇല്ലെങ്കിൽ ആരും അന്വേഷിക്കരുതേ. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ വോയിസ് ചെയ്യാം. ബഹളത്തിനിടയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുവരെ കൃത്യമായി സ്റ്റോറി ഉണ്ടാകും.